കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമായി വളർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് ലുലു മാളിനുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലുണ്ട്, നമ്മുടെ കേരളത്തിലും ലുലു മാളുകൾ ഇപ്പോൾ ധാരാളം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. പല കുടുംബങ്ങളുടെയും അത്താണിയാണ് ലുലു മാൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവർ നടത്തി വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജയിലിൽ അകപ്പെട്ടു പോയിട്ടുള്ള അനവധി ആളുകളെ മോചനദ്രവ്യം കൊടുത്ത് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നതിൽ ലുലുവിന്റെ മാനേജ്മെന്റ് കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. വലിയൊരു സ്ഥാപനമാണ് ലുലു മാൾ. ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് ലുലു മാളിന്റെയും സ്ഥാനം എന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളതും തിരക്കുള്ള മാളും കൊച്ചിയിലെ മാള് തന്നെയാണ്, ഇടപ്പള്ളിയിൽ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഒരു വികസനം മറ്റൊരു മാർഗത്തിലൂടെ നമ്മുടെ നാടൻ ഭാഷയിൽ പാരയായി മാറുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പറയാനായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അനവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ്, വലിയ സ്ഥാപനമാണ്, ചാരിറ്റി ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ലുലു മാൾ, കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ലുലു മാൾ, അതായത് ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ലുലു മാൾ, അവിടെ ഉണ്ടാക്കുന്ന ഗതാഗത കുരുക്കുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. എത്ര ദയനീയമാണെന്നറിയാമോ ഇടപ്പള്ളിയിലെ ഗതാഗത കുരുക്ക്? 2 ഹൈവേകൾ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഈ ഇടപ്പള്ളി. പൊന്നാനിയിൽ നിന്നും കൊടുങ്ങല്ലൂർ വഴി, പറവൂർ വഴി, വാരാപ്പുഴ വഴി വന്നു പോകുന്ന ഒരു ഹൈവേ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു ഹൈവേ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന ഹൈവേ, കലൂരിൽ നിന്ന് വരുന്ന, ടൗണിൽ നിന്ന് വരുന്ന വിശാലമായ ആ തിരക്കുള്ള വഴി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയിലെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. മൈലുകളോളം നീളത്തിലാണ് വാഹനങ്ങളുടെ നീണ്ട നിര കിടക്കുന്നത്. ഇതിനിടയിലൂടെ അലറിപ്പാഞ്ഞ് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകളെ കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ലുലു മാൾ ഈ ടൗണിനകത്ത് തിരക്കുള്ള സ്ഥലത്ത്, ഈ ഹൈവേയുടെ ഓരത്ത് ആയിരക്കണക്കിന് വണ്ടികൾ വന്ന് തിങ്ങിക്കൂടി നിൽക്കുന്ന ഇടപ്പള്ളി ടൗണിൽ തന്നെ ഇത് പണിത് വെച്ചെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ വളരെ ദുഃഖം തോന്നുന്നുണ്ട്. ഇതിന് നിർമ്മാണത്തിന് അനുമതി കൊടുത്ത നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ, ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മയും ശാസ്ത്രീയമായ പഠനമില്ലാത്തതിൻ്റെയും കുഴപ്പമാണ് ഈ വക സ്ഥാപനങ്ങൾ തിരക്കുള്ള സ്ഥലത്ത് പണിത് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു സംശയമില്ല. ഈ ഹൈവേ എല്ലാം കൂടെ കൂട്ടിമുട്ടി വലിയ ജനസമൂഹമാണ് അവിടെ വന്നത്. വലിയൊരു വാഹന വ്യൂഹമാണ് അവിടെ, മൈലുകളോളം നീളത്തിൽ വന്ന് അവിടെ തമ്പടിച്ച് കിടക്കുകയാണ് മണിക്കൂറുകളോളം. ഇതിനിടയിലൂടെ ലുലുവിലേക്ക് 2 പാതയിലൂടെ, ആലുവയിൽ ഭാഗത്തൂടെയും വാരാപ്പുഴ ഭാഗത്തെ മറ്റേ റോഡിലൂടെയും നിരവധി 100 കണക്കിന് വാഹനങ്ങൾ അകത്തേക്ക് കയറി പോകുന്നു, 100 കണക്കിന് വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരും. ഇതെല്ലാം കൂടെ കൂടി ഈ ഇടപ്പള്ളി ജംഗ്ഷനിൽ അതിഭയങ്കരമായ ട്രാഫിക് ജാമാണ് വരുത്തി വെക്കുന്നത്. ആരോട് പറയും? ഇത് എന്തിനാണ് ഈ സ്ഥാപനം ഇത്ര ഈ റോഡ് സൈഡിൽ തിരക്കുള്ള സ്ഥലത്ത് കൊണ്ട് പണിത് വെച്ചത്? ഇത് തന്നെയാണ് കോടിമതയിൽ സംഭവിച്ചിരിക്കുന്നത്. കോടിമതയിൽ നിന്നും ആ കോടിമത പാലം കഴിഞ്ഞ് കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിയിൽ ആ പാലം മുതലേ, ഹോട്ടൽ ഐഡ മുതലേ തിരക്ക് തുറങ്ങുകയാണ്, നീണ്ട ക്യൂ കിടക്കുകയാണ്. അത് കിടന്ന് കോടിമത കഴിഞ്ഞ് പിന്നെയും അങ്ങ് മൈലുകളോളം നീണ്ടു കിടക്കുന്ന ആ ഒരു ട്രാഫിക് ജാമാണ് കോടിമതയിൽ സംജാതമായിരിക്കുന്നത്. കോടിമതയിലെ ലുലു മാൾ ഈ അടുത്ത നാളിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതും ഹൈവേയുടെ ഓരത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്നൊരു കല്യാണത്തിന് കോടിമത പാലത്തിന്റെ അവിടെ നിന്ന് ഒരു 2 ഫർലോങ് അങ്ങോട്ട് ചെന്ന് റൈറ്റ് എടുത്താൽ എനിക്ക് വിൻസർ കാസിലോട്ട് കയറാം. പക്ഷെ 1 മണിക്കൂറോളം ഞാൻ ഈ വിൻസർ കാസിൽ നിന്നും 200 മീറ്റർ അകലെ ഏതാണ്ട് 3/4 മണിക്കൂറോളം എനിക്ക് ജാമായി കിടക്കേണ്ടി വന്നു. കല്യാണത്തിന് കഷ്ടിച്ചാണ് അവിടെ സമയത്തിന് കയറി പറ്റാൻ പറ്റിയത്. 100 കണക്കിന് വാഹനങ്ങൾ, ഇതിനിടയിൽ എത്രയോ ആംബുലൻസ് പോകുന്നു. ഒരു വിധത്തിലും 1 ഇഞ്ച് പോലും മുന്നോട്ട് ചലിക്കാൻ വയ്യാത്ത രീതിയിലുള്ള
വൻ ട്രാഫിക് ജാമാണ് ഈ ഇടപ്പള്ളിയിലും ഇപ്പോൾ പുതുതായിട്ട് പണിതിരിക്കുന്ന കോടിമതയിലും വന്ന് സംഭവിച്ചിരിക്കുന്നത്. എത്ര ദയനീയമാണ്! ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് പണിത് വെച്ചത്? ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട്, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ ഒരു വികസനം, ഒരു നല്ല സ്ഥാപനം വരുമ്പോൾ അതിൽ ഇരട്ടി പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നൊരു ബോധ്യം നമ്മുടെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ലാതെ പോകുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. എന്താണ് ഈ ലുലു മാളിന്റെ മുൻവശത്ത് ഇനിയുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയാം. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കാം. തട്ടുമുട്ടലൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അവിടെ. യാതൊരു കാരണവശാലും ഈ ഇടപ്പള്ളിയിലെയും കോടിമതയിലെയും മെയിൻ ഹൈവേയിൽ ഈ ഉണ്ടാക്കി കൃത്രിമമായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഈ ട്രാഫിക് ജാമിൽ യാതൊരു ക്ഷമയും അർഹിക്കുന്നില്ല. ഇത് ദീർഘവീക്ഷണമില്ലാതെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും കൂടെ ഒപ്പിച്ചു വെച്ചൊരു പണിയാണ്. ഒരു ദുഃഖം ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. എന്തും ഈ ലുലുവിന്റെ മുമ്പിൽ ഇടപ്പള്ളിയിലും കോടിമതയിലും സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുകയാണ്. ഇത് പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ലുലു മാളിന്റെ ഉടമകളും അതിന്റെ മുതലാളിമാരും ഒക്കെ വിദേശ രാജ്യങ്ങളിലാണ് അവര്. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും പോവുകയും വരികയും അവിടുത്തെ ജീവിത സംസ്കാരവും ജീവിത രീതികളും അവിടുത്തെ റോഡും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ, അവിടുത്തെ തിരക്കും അവിടുത്തെ ബിസിനസ്സും എല്ലാം അറിഞ്ഞവരാണ് അവരെല്ലാവരും. അങ്ങനെ അറിഞ്ഞ ഈ വ്യക്തികൾ എന്തിനാണ് റോഡ് സൈഡിൽ കൊണ്ട് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ചില കാര്യങ്ങൾ ഞാൻ പറയാം. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമാണ് വാൾമാർട്ട്. ഈ വാൾമാർട്ട് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ആളുകൾ കൂടുന്ന റോഡ് സൈഡിലല്ല ഇതുകൊണ്ട് പണിത് വെച്ചിരിക്കുന്നത്. അത് വനത്തിനകത്താണ്. വാൾമാർട്ടിൽ പോകണമെങ്കിൽ നമ്മൾ കാറിൽ കയറി നമ്മൾ സുഹൃത്തുക്കൾ കൊണ്ടുപോകുമ്പോൾ മിക്കവാറും ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ, ആ ജനവാസം കുറഞ്ഞ വനപ്രദേശത്തിലൂടെയൊക്കെയാണ് പോകുന്നത്. പോയി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ വിശാലമായ ലോകമാണ്. ആയിരക്കണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു. വലിയ കച്ചവട സ്ഥാപനം. നമുക്ക് റിലാക്സ് ചെയ്ത് ശ്വാസം വിട്ട് അവിടുന്ന് കാപ്പി കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് റിലാക്സ് ചെയ്ത് തിരിച്ച് കാറിലേക്ക് കയറി മടങ്ങിപ്പോകാനും സാധിക്കുന്നു. അല്ലാതെ റോഡ് സൈഡിൽ കൊണ്ട് വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഹൈവേയുടെ ഓരത്തിൽ കൊണ്ടല്ല ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കയറി ഇറങ്ങിയ സ്ഥാപനങ്ങൾ പണിതു വെച്ചിരിക്കുന്നത്. ഇടപ്പള്ളിയിലെ ഇത് മനുഷ്യന്റെ ദുരിതം വർദ്ധിക്കാൻ പോവുകയാണ്. എന്താണ് നാളെ ഇവിടെ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ നമുക്ക്. ഇപ്പൊ കുഴപ്പമില്ലായിരിക്കാം. ഒരു 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ അവിടെ എന്ത് ഗതാഗത സംവിധാനം ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യാതിരിക്കുന്നു? ഒന്നും ചെയ്യാനില്ല ഇനി അവിടെ. അത് UK നമ്മൾ പോയാൽ ഇത് തന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇവരെല്ലാം ഈ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ചത് കാണുന്നതല്ലേ. സെയിൻസ്ബറീസ്, അസ്ത, ടെസ്കോ എന്ന് പറയുന്ന മാളുകളെല്ലാം ഒരുപാട് ഉള്ളിലാണ്, ഒരുപാട് ടൗണിനകത്തല്ല. കാരണം സ്വന്തമായി വാഹനമുള്ള ആളുകളാണ് ഇപ്പൊ കേരളത്തിലുള്ളവരൊക്കെ. മോട്ടോർ സൈക്കിളുണ്ട്, കാറുകളുണ്ട്. ബസ്സിൽ കയറി കമ്പിയിൽ നിന്ന് തൂങ്ങി വന്ന് പച്ചക്കറികളും മറ്റു സാധനങ്ങളും ലുലുവിൽ നിന്ന് വാങ്ങി ബസ്സിൽ അതുപോലെ കയറി ആശ്രയ വടിയിൽ തൂങ്ങി ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളല്ല ഇന്നുള്ളവരെല്ലാരും. അങ്ങനെ സഞ്ചിയിൽ സാധനങ്ങൾ വാങ്ങി ബസ്സിൽ കയറി പോകുന്ന ആളുകൾ ലുലുവിലില്ല. എല്ലാവരും ബൈക്കിലാണെങ്കിലും ശരി സ്വന്തം വാഹനത്തിൽ വരുന്നവരാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത് ടൗണിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറി വിശാലമായ പാടശേഖരങ്ങൾ കിടക്കുന്നു? അവിടെ ഇത് പണിത് വെച്ചാൽ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങി പണിത് എത്രയോ സുന്ദരമായിരുന്നു, എത്രയോ സുന്ദരമായിരുന്നു. ആളുകൾക്ക് ഫ്രീ ആയിട്ട് വന്ന സാധനം വാങ്ങാം, കാർ പാർക്ക് നടത്താം. ഇതിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് കടന്നു ചെല്ലും. ഇത് ലുലുവിൽ കയറാതെ ട്രാഫിക് ജാമിൽപ്പെട്ട് തിരിച്ചുപോയ വാഹനങ്ങളെ എനിക്കറിയാം. കോടിമേലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. റോഡ് സൈഡിൽ കൊണ്ട് പണിത് വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ അവിടെ നീണ്ട നിരയാണ്. അവിടെ യാതൊരു വിധത്തിലും ഒരു ഇഞ്ച് മുന്നോട്ട് ചലിക്കാൻ വയ്യാത്ത രീതിയിൽ ട്രാഫിക് ജാമാണ് കോടിമേലയിലും ഇടപ്പള്ളിയിലും സംജാതമായിരിക്കുന്നത്. ഈ അടുത്ത നാളിലാണ് ഇത് പണിത് ഓർക്കണം. ട്രാഫിക് ജാം കൊച്ചിയെ ഗ്രസിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കുറെ വർഷങ്ങളായി. ഇത് അതിനു മുമ്പ് പണിത കുറെ സ്ഥാപനങ്ങളുണ്ട് കൊച്ചിയിൽ. ഉദാഹരണത്തിന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അന്ന് കൊച്ചി ഇത്ര വലിയ തിരക്കുള്ള ടൗൺ അല്ല, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ലിസി ഹോസ്പിറ്റലുണ്ട്. അതൊക്കെ എത്രയോ തിരക്കുകൾ വർദ്ധിക്കുന്നതിന് മുമ്പ് പണിത ആശുപത്രികളാണ്. എന്നാൽ ടൗണിൽ നിന്ന് മാറി പണിതിരിക്കുന്ന ആശുപത്രി ആസ്ട്രോ മെഡിസിറ്റി. ഈ തിരക്ക് കണ്ടുകൊണ്ട് അവര് ദൂരെ സ്ഥലം വാങ്ങി അവര് ബിൽഡിംഗ് പണിത് അവിടെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുകയാണ്. കാർ പാർക്കിങ്ങിന് ആൾക്ക് പോയി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടില്ല പോകുന്നതിന്. വീഗാലാൻഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എത്ര ദൂരെയാണത്? റോഡ് സൈഡിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. വാഹനത്തിൽ ടൂറിസ്റ്റ് ആയിട്ട് പോയി ടൂറിന് പോയി അവിടെ ചെന്ന് കുട്ടികൾ കളികളെല്ലാം ഇടപെട്ട്
അവർ റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. വിശാലമായ ലോകമാണത്. അങ്ങനെ സ്വന്തം വാഹനം ഉള്ളവർക്ക്, യാത്രാ സൗകര്യങ്ങളുള്ളവർക്കും മോട്ടോർ ബൈക്ക് ഉള്ളവർക്കും ഒക്കെ ദൂരോട്ട് പോയി വസ്തുക്കൾ സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ സാഹചര്യത്തിലാണ് ഇത്രയും ബൃഹത്തായ ഒരു പ്രസ്ഥാനം, ആയിരക്കണക്കിന് വണ്ടികൾ ദിനേ കയറി ഇറങ്ങുന്ന ഒരു പ്രസ്ഥാനം, 10,000-കണക്കിന് ആളുകൾ ദിനവും കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥാപനം, ഒരു കച്ചവട കേന്ദ്രം കൊണ്ടുചെന്ന് ഈ ഹൈവേയിൽ തിരക്കുള്ള ഈ സ്ഥലത്ത് പണിത് വെച്ചിട്ട് അവിടെ കിടന്ന് എല്ലാവരും കൂടെ ചക്രശ്വാസം വലിക്കുകയാണ്, പെട്ടെന്ന് വട്ടം കറങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ്. ഇതെന്ത് വികസനമാണ്? ഇതാരാണ് ഇതിന്റെ പെർമിഷൻ കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത്, ഈ സ്ഥാപനം അനിവാര്യമാണ് നമുക്ക്. എത്രയോ പേർക്ക് ജോലി കൊടുക്കും, നല്ല കാര്യമാണ്, അത് വേണം, ഇനിയും ലുലു വന്നോട്ടെ. പക്ഷേ വിശാലമായ ലോകം കണ്ടെത്തി ഈ ടൗണിൽ നിന്നും തിരക്കിൽ നിന്ന് മാറി എവിടെയെങ്കിലും ഒരു ഏക്കർ കണക്കിന് ഭൂമി, ഇഷ്ടംപോലെ പാടശേഖരങ്ങൾ നമുക്ക് കിടപ്പുണ്ടല്ലോ അവിടെ എവിടെയാക്കിട്ടൊക്കെ, ടൗണിനകത്ത് തന്നെ ഉണ്ടല്ലോ പരിസര പ്രദേശങ്ങളിലൊക്കെ, അവിടെയോട്ട് ഈ സ്ഥാപനം പണിതാൻ എത്ര സുഖമായിരുന്നു നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന്. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരാൻ പറ്റും. ഇത് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റില്ല, ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നാലും കൂടി കവലയിലാണ്, പല സ്ഥലങ്ങളിലും വണ്ടികളൊന്നും അവിടെ സമ്മേളിക്കുകയാണ്. അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണിത്. ഇനി യാതൊരു പരിഹാരവും ഇതിനില്ല, ഒരു പരിഹാരവും ഇതിനകത്ത് കാണുന്നില്ല. എന്ത് പരിഹരിക്കാനാണ് കാണുന്നത്? ഈ ട്രാഫിക് അവിടെ കൂടി വന്നിട്ട് ഒരു ദിവസം കൊച്ചി പട്ടണം, ആ പ്രദേശം കാരണം, ഇടപ്പള്ളി കാരണം, ലുലു കാരണമായിരിക്കാം ഒരു പക്ഷേ കൊച്ചി ടൗൺ നിശ്ചലമാകാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം തിരക്കാണ് അവിടെ. നമ്മൾ കുറെ വർഷങ്ങൾ മുൻകൂട്ടി കാണണം. ഇപ്പോഴത്തെ തിരക്കല്ല, മുൻകൂട്ടി കാണണം നമ്മൾ. ഇത് കുറെ പുതിയ ഹൈവേകളൊക്കെ അവിടെ പണിതുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞാലും അത് പണി തീർന്ന് 4-5 വർഷം കഴിയുമ്പോഴേക്കും ഇന്നത്തെ വാഹനത്തിന്റെ 10 വാഹനങ്ങൾ അന്നേരമാകും. അപ്പൊ അന്ന് പണിയുന്ന റോഡുകൾ പിന്നെ തികയാതെ വരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പണിയുമ്പോൾ നാട്ടുകാർക്കും യാത്രക്കാർക്കും ഈ ആശുപത്രി പോകുന്ന ആംബുലൻസ് വാഹനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വിശാലമായ ഒരു സ്ഥലം കെട്ടി ദൂരെ എങ്ങാനും ഇത് പണിത് വെക്കുവാണെങ്കിൽ നാട്ടുകാർക്ക് പ്രയോജനപ്രദമായിരിക്കും. അല്ല എങ്കിൽ ചെയ്യേണ്ടത് അതേ ഉള്ളൂ. ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ചെങ്ങന്നൂരിലും ഹൈവേകളിലെല്ലാം, അങ്കമാലിയിലും കറുകുറ്റിയിലും അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളിലെല്ലാം, ചാലക്കുടിയെല്ലാം റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ പണിത് വെക്കുക. നമ്മുടെ യാത്ര വളരെ സുഖകരമായിരിക്കും. കേരളം സുഖമായിട്ട് കേരളത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. വളരെ രസകരമായിരിക്കും ഈ കാര്യങ്ങൾ. വളരെ ദുഃഖകരമെന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ല എന്ന് എനിക്കറിയാം. എങ്കിലും അവിടെ ദിനവും കാണുന്ന, ഇന്നും ഞാൻ കൊച്ചിയിൽ പോയിട്ട് വന്നതാണ്, ദിനവും കാണുന്ന ആ ട്രാഫിക് ജാമും ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആ വാഹനങ്ങളെല്ലാം അവിടെ നിരനിരയായി കിടന്ന് കത്തിച്ചു കളയുന്ന എണ്ണയുടെ ചെലവും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇത്ര ഭാരിച്ച ഒരു ബാധ്യതയാണ് ഈ നാട്ടുകാർക്ക് എത്തി വെച്ചിരിക്കുന്നത്. വിശാലമായ ലോകം നമുക്ക് അപ്പുറം ഇപ്പുറം പാടശേഖരം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ബിസിനസ് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഈ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പാടങ്ങളും നികത്താനുള്ള പെർമിഷൻ കൊടുക്കുമല്ലോ, അവിടെ ചെയ്യാൻ പറ്റുന്നല്ലേ. ഇത് വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് അനുഭവിക്കുക അല്ലാതെ നമുക്കിത് യാതൊരു മാർഗവുമില്ല എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് ഈ ജനങ്ങളോട് പറയാനുള്ളൂ.